Closed doors, I'm a fool for your love. വെൽക്കം ബാക്ക് ടു cash.com. ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് വീട്ടിലിരിക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ കൂടുതൽ പേരും നമ്മുടെ പബ്ജിയിലൊക്കെയാണ് ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ പേർക്കും ഇപ്പോൾ ഉള്ളൊരു പ്രശ്നമാണ് ഫോൺ ലാഗിങ്, പിന്നെ ഫോൺ ഹാങ് ആവുക. ഇതൊക്കെ എൻ്റെ കുറേ ഫ്രണ്ട്സിനോട് ചോദിച്ചായിരുന്നു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ പ്രശ്നം എങ്ങനെ സിമ്പിളായിട്ട് പരിഹരിക്കാം എന്നുള്ളതാണ്. അതിനു മുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ റീസെൻ്റ് ആപ്സിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എല്ലാം ഇതുപോലെ ക്ലിയർ ചെയ്യുക. അതാണ് ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത്. സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ മൊബൈലിൽ ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസ് റിമൂവ് ചെയ്യുക. അത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ നിങ്ങളുടെ മൊബൈലിൽ ഇൻബിൽഡായിട്ട് കുറച്ച് ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷൻസ് ഉണ്ടാവും. എല്ലാം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാൻ സാധിക്കില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളിതുപോലെ ഡിസേബിൾ ചെയ്യുക. ഞാനിവിടെ ഡിസേബിൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ഡിസേബിൾ ചെയ്യാവുന്നതാണ് ഓരോ ആപ്ലിക്കേഷൻസും. അതുകൂടാതെ നിങ്ങളുടെ മൊബൈലിൽ ഗെയിം ബൂസ്റ്റേഴ്സ് പോലുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് മാക്സിമം അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങൾ ഗെയിം കളിക്കുമ്പോൾ അത് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ അതിലുള്ള ആഡ്സൊക്കെ പ്ലേ ചെയ്യാനും അതിനുവേണ്ടിയുള്ള നെറ്റൊക്കെ ആ ടൈമിൽ നിങ്ങളുടെ ഡേറ്റയിൽ നിന്നത് വലിച്ചെടുക്കുന്നതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ മൊബൈൽ സെറ്റിങ്സിലുള്ളൊരു ഓപ്ഷനാണ്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി നിങ്ങളുടെ മൊബൈൽ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ സിസ്റ്റം എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ചില ഫോണിൽ ഇതുപോലെ എബൌട്ട് ഫോൺ എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ ഏറ്റവും താഴെ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷനുണ്ട്. സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ കാണാവുന്നതാണ്. അതിൽ 5 to 7 ടൈംസ് നിങ്ങളൊന്ന് ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡെവലപ്പർ ഓപ്ഷൻസിലേക്ക് വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾ ജസ്റ്റ് ബാക്ക് ബട്ടൺ ഒന്ന് അമർത്തിയാൽ അവിടെ ഡെവലപ്പർ ഓപ്ഷൻസ് എന്നൊരു പുതിയ ഓപ്ഷൻ വരുന്നിട്ടുണ്ടാകും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ. അതിനുശേഷം ഓൺ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്യുക. അതിനുശേഷം നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോകാം. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നൊരു ഓപ്ഷനാണ് വേണ്ടത്. ഒരു താഴേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോഴേ അതവിടെ കാണാൻ സാധിക്കും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നുള്ളത്. അതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് സ്റ്റാൻഡേർഡ് ലിമിറ്റ് എന്നാണ് പറഞ്ഞ് ഓൾറെഡി കിടക്കുന്നത്. നമുക്കത് അറ്റ്മോസ്റ്റ് 1 പ്രോസസ്സ് എന്നുള്ളതിലേക്ക് ആക്കണം. നമ്മൾ പബ്ജി കളിക്കുന്ന ആളാണെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ ഒരേ സമയം നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു പ്രോസസ്സ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പം അറ്റ്മോസ്റ്റ് 1 പ്രോസസ്സ് എന്നുള്ളത് എനേബിൾ ചെയ്യുക. അപ്പോൾ പബ്ജി കളിക്കുമ്പോൾ കൂടുതൽ പെർഫോമൻസ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് GPU റെൻഡറിങ് എന്നുള്ളൊരു ഓപ്ഷനാണ്. കുറച്ച് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ നമുക്കത് കാണാൻ സാധിക്കും. ഫോഴ്സ് GPU റെൻഡറിങ് എന്നുള്ളത്. ഇത് ഒന്ന് എനേബിൾ ചെയ്യുന്നത് നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ ഈ GPU എന്ന് പറയുന്നത് നമ്മുടെ മൊബൈലിലുള്ള CPU, അതായത് നമ്മുടെ പ്രോസസ്സറിൻ്റെ ഒരു പ്രോസസ്സറായിട്ട് വരും. അതായത് മുഴുവൻ വർക്കും അതിലേക്ക് കൊടുക്കാതെ ഇതും കുറച്ച് ബാലൻസ് ചെയ്തിട്ട് നമ്മുടെ പ്രോസസ്സർ അതിൻ്റെ കാര്യങ്ങൾ ഒരേ രീതിയിൽ കൊണ്ടുപോകുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഫോഴ്സ് GPU റെൻഡറിങ് എന്നുള്ള ഓപ്ഷൻ. അടുത്ത നമ്മൾ താഴേക്ക് വരുമ്പോൾ നമുക്കവിടെ ഫോഴ്സ് ഫോറസ് MSAA എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതായത് ഫോഴ്സ് 4 times മൾട്ടി സാമ്പിൾ ആൻറ്റി അനലൈസിങ് എന്നാണ് ഇതിൻ്റെ ഫുൾ ഫോം വരുന്നത്. ഇത് നമുക്ക് കൂടുതൽ ഗ്രാഫിക് ഗെയിംസ് കളിക്കുമ്പോൾ അതിൻ്റെ പെർഫോമൻസ് കൂട്ടാനുള്ള ഒരു ട്രിക്കാണിത്. ഇത് എല്ലാ ഫോണിലും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടുതൽ ഇപ്പോൾ നമുക്ക് PUBG പോലുള്ള ഗെയിംസാണ് നമ്മൾ കളിക്കുന്നതെങ്കിൽ അപ്പോൾ അതിന് കൂടുതൽ ഗ്രാഫിക്കൽ പെർഫോമൻസും അതിൻ്റെ എക്സ്പീരിയൻസും നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ട്രിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇവിടെ കമൻസിൽ നിന്ന് അറിയിക്കുക.
അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.